ഓക്കെ, സോ ഇത് നമ്മുടെ ടെയ്ലേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഒരു വീഡിയോ ഇതിന് മുന്നിട്ടിരുന്നു. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടെയ്ലേഴ്സ് തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം ഇയാളെ എം എന്ന് വിളിച്ചിട്ട് ഒരു ഇക്വേഷൻ എഴുതി, ഇക്വേഷൻ 3 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മളൊരു ജി ഓഫ് ടി ഉണ്ടാക്കി. ജി ഓഫ് ടിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. ജി ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ ജി ഓഫ് ആൽഫ equal to g dash of alpha equal to g double dash of alpha equal to etc up to g raised to n minus 1 of alpha വരെയുള്ള ആൾക്കാർ എന്താണ് 0 ആണെന്ന് കാണിച്ചു. സോ ഈ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കണം. ജിയുടെ വാല്യൂ ബീറ്റയിൽ 0 ആണ്, ആൽഫയിൽ 0 ആണ്, ജി ഡാഷ് ജി ഡബിൾ ഡാഷ് ഇവരുടെ എല്ലാവരുടെയും എക്സെട്ര അപ് ടു ജി റേസ്ഡ് ടു n minus 1 വരെ എല്ലാവരുടെയും വാല്യൂ എന്തിൽ 0 ആണ്, ആൽഫയിൽ 0 ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്, എം ഇസ് ഈക്വൽ ടു ഈ ആളാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, n factorial into m is equal to f n of x എന്ന് പ്രൂവ് ചെയ്താലും പോരെ. കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, m is equal to f n of x by n factorial എന്ന് കിട്ടും. അപ്പം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം നമ്മൾ ചെയ്തത് ജി എൻ ഓഫ് ടിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തായിരുന്നു. അത് ജി ഓഫ് ടിയിൽ നിന്ന് അതിന് n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ജി എൻ ഓഫ് ടി കിട്ടും. ജി ഓഫ് ടിയെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജി എൻ ഓഫ് ടി. എഫ് ഓഫ് ടിയെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എഫ് എൻ ഓഫ് ടി. പി ഓഫ് ടി n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും. m ഇൻറ്റു ടി മൈനസ് ആൽഫ ഹോൾ റേസ്ഡ് ടു n n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ n ഫാക്ടോറിയൽ ഇൻറ്റു. അപ്പം ഇവ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചാൽ മതി, ഇത് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ പോരെ. ജി എൻ ഓഫ് ടി ഈക്വൽ ടു 0. ഏതോ ഒരു എക്സിന് ടിയുടെ വാല്യൂ ഏതോ ഒരു എക്സ് ആകുമ്പോൾ ജി എൻ ഓഫ് ടി 0 ആകും എന്ന് നമ്മൾ കാണിച്ചാൽ മതി. അപ്പോൾ നാച്ചുറലി ടിക്ക് ഒരു എക്സ് എന്ന് കൊടുത്താൽ എഫ് എൻ ഓഫ് എക്സ് മൈനസ് n ഫാക്ടോറിയൽ ഇൻറ്റു m ഇസ് ഈക്വൽ ടു 0. എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഇൻറ്റു m ഇസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ബൈ n ഫാക്ടോറിയൽ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് അതിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മീൻ വാല്യൂ തിയറമാണ്. അപ്പോൾ ഇങ്ങനെയല്ലേ നമുക്കുള്ളത്. ഞാൻ കഴിഞ്ഞ പോയിന്റ്സ് നിങ്ങളടുത്ത് ഓർമ്മിക്കാൻ പറഞ്ഞിരുന്നു. ജി ഓഫ് ബീറ്റ 0 അല്ലേ, ജി ഓഫ് ആൽഫയും 0 അല്ലേ, ഇവ രണ്ടുപേരും 0 ആയതുകൊണ്ട് നമുക്കറിയാം മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് പറയുന്നത്, ഈ ആൽഫയുടെയും ബീറ്റയുടെ ഇടയിൽ നമുക്ക് ഒരാളെ ഫൈൻഡ് ചെയ്യാൻ കഴിയും. അയാൾ നമ്മൾ x1 എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ x1 ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ജി ഡാഷ് ഓഫ് x1 എന്തായിരിക്കും, ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് ആൽഫ ആയിരിക്കും ജി ഡാഷ് ഓഫ് x1 അല്ലേ. അപ്പോൾ ജി ഡാഷ് ഓഫ് x1ന്റെ വാല്യൂ എന്താ വരിക, ജി ഓഫ് ബീറ്റയും ജി ഓഫ് ആൽഫയും 0 ആണ് അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും 0 ആയതുകൊണ്ട് ഇവിടെ ന്യൂമറേറ്ററിൽ 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പോൾ ജി ഡാഷ് ഓഫ് x1ന്റെ വാല്യൂ 0 എന്ന് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ജി ഓഫ് ആൽഫ 0 ആണ്. അതേപോലെ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് കിട്ടിയിരുന്നു, ജി ഡാഷ് ഓഫ് ആൽഫ 0 ആണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് ആൽഫയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ആൽഫ അല്ലെങ്കിൽ ജി ഡാഷിൻ്റെ വാല്യൂ 0 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയ കാര്യം എന്താണ്, ഒരു x1 കിട്ടി. സച്ച് ദാറ്റ് ജി ഡാഷ് ഓഫ് x1 ഈക്വൽ ടു 0. ഈ x1 കിട്ടി, ജി ഡാഷ് ഓഫ് x1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എഗൈൻ നമ്മൾ ഈ ആൽഫയുടെ x1ന്റെ ഇടയിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. ആൽഫയുടെ x1ന്റെ ഇടയിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്താൽ എന്താ വരിക, ഇതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. നമുക്ക് ഇവരുടെ ഇടയിൽ ഒരു x2നെ ഫൈൻഡ് ചെയ്യാൻ കഴിയും. ഇവരുടെ ഇടയിൽ ഈ ആൽഫയുടെയും x1ന്റെ ഇടയിൽ ഒരു x2നെ ഫൈൻഡ് ചെയ്യാൻ കഴിയും. സച്ച് ദാറ്റ് എന്താണ് മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ ആ മീൻ വാല്യൂ തിയറം പഠിച്ചാൽ അതിൻ്റെ ഒരു കൊറോളറി ആയി വരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലാണ് ആക്ച്വലി ആ ഇക്വേഷൻ വരുന്നത്. ഈ ജി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ ആരാണ്, ജി ഡാഷ് ആണ്. ജി ഡാഷ് ഓഫ് ആൽഫ, ജി ഡാഷിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഒരു x2 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും. ജി ഡാഷിലെ മീൻ വാല്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ജി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് അതായത് ജി ഡബിൾ ഡാഷ് ഓഫ് x2 ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എൻ പോയിന്റ്സ് നമ്മുടെ ഡിഫറൻസ്, ജി ഡാഷ് ഓഫ് x1 മൈനസ് ജി ഡാഷ് ഓഫ് ആൽഫ, നിങ്ങൾ ആ ഫിഗറിലുള്ള എൻ പോയിന്റ്സ് ഓർമ്മിച്ചാൽ മതി, ഡിവൈഡഡ് ബൈ x1 മൈനസ് ആൽഫ. പക്ഷേ നമ്മൾ ഈ ന്യൂമറേറ്ററിലുള്ള രണ്ടുപേരും 0 ആണെന്ന് കണ്ടു. അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി എന്താവും, 0 ആണെന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ജി ഡബിൾ ഡാഷ് ഓഫ് x2 0 ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ പുതിയ x2 എനിക്ക് കിട്ടിയതിൽ ഉള്ള ഇതെന്താ, ഈ x2ലുള്ള ജി ഡബിൾ ഡാഷ് ഓഫ് x2 ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ഇപ്പോൾ നമ്മളെ ഈ ആൽഫ ഉണ്ട്, x2 ഉണ്ട്, x1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആൽഫയെയും x2നെയും മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫ ഉണ്ട്, ഇവിടെ x2 ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത് നിങ്ങൾ എഴുതി നോക്കുക, എന്താണ്, ജി ഡബിൾ ഡാഷ് ഓഫ് x2 ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ വീഡിയോയിൽ കുറച്ച് മുന്നേ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്തത്. ഇനി ആൽഫയിലുള്ള ജി ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എന്താണ്, ജി ഡബിൾ ഡാഷ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 അല്ലേ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ്, ആൽഫയിൽ ജി ഡാഷിൻ്റെ ജി ഡബിൾ ഡാഷിൻ്റെ എല്ലാം വാല്യൂ 0 ആണ്. അപ്പോൾ എന്താ പറ്റുന്നത്, ഇവ രണ്ടുപേരും 0 ആയി. ഇനി നമ്മൾ മീൻ വാല്യൂ തിയറം ആർക്ക് അപ്ലൈ ചെയ്യണം, മീൻ വാല്യൂ തിയറം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ജി ഡബിൾ ഡാഷിനാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ആൽഫയുടെയും x2ൻ്റെ ഇടയിൽ ഒരു x3 കിട്ടും. ഈ x3 എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വെച്ചാൽ ജി ട്രിപ്പിൾ ഡാഷ് ഓഫ് x3 ഇസ് ഈക്വൽ ടു, again നേരത്തെ ഇക്വേഷനിൽ എഴുതിയതുപോലെ നമ്മൾ എഴുതുമ്പോൾ ജി ഡബിൾ ഡാഷ് ഓഫ് x2 മൈനസ് ജി ഡബിൾ ഡാഷ് ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ x2 മൈനസ് ആൽഫ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള രണ്ടുപേരും 0 ആയതുകൊണ്ട് അത് 0 എന്ന് കിട്ടും. അപ്പം ജി ട്രിപ്പിൾ ഡാഷ് ഓഫ് x3 ഇസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് കിട്ടും. ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയാൽ എനിക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ഇവിടെ നമുക്ക് ആൽഫ ഉണ്ട്, നമുക്ക് കിട്ടിയത് ഇതായിരുന്നു, ജി റേസ് ടു n മൈനസ് 1 ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. ജിയുടെ n മൈനസ് 1 ഡെറിവേറ്റീവ് വരെ ആൽഫയിലുള്ള വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോഴേ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു n മൈനസ് 1 കിട്ടും. ആ n മൈനസ് 1ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ ജി റേസ് ടു n മൈനസ് 1 ഓഫ് n മൈനസ് 1
ഇസ് ഈക്വൽ ടു 0. അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ x2ൽ ജി ഡബിൾ ഡാഷ് ഓഫ് x2 0 ആണ്, x3ൽ ജി ട്രിപ്പിൾ ഡാഷ് 0 ആണ്. അപ്പോൾ xn-1 ആര് 0 ആയിരിക്കും? gn-1 xn 0 ആയിരിക്കും. എഗെയിൻ നമ്മളെ മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഇടയിൽ എനിക്ക് നെക്സ്റ്റ് ആര് കിട്ടും? ഒരു xn കിട്ടും. സച്ച് ദാറ്റ് g(n) of xn is equal to 0. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ xn-നെ ഞാൻ x എന്ന് വിളിക്കണം. അപ്പോൾ xn-നെ x എന്ന് വിളിച്ചാൽ എനിക്ക് എന്ത് കിട്ടി? g of x is equal to 0. പക്ഷേ g of x-ന്റെ g(n) of x is equal to 0. g(n) of x is equal to 0. g(n) of x-ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടാണ്. എന്തായിരുന്നു? fn of x minus m into n factorial. So this is equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? fn of x is equal to ഇങ്ങനെ കിട്ടും. അപ്പോൾ m is equal to എന്ത് കിട്ടും? fn of x by n factorial. m is equal to fn of x by n factorial. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഒരു ഇക്വേഷൻ 3 ഉണ്ടായിരുന്നു. അത് നിങ്ങൾ PDF നോക്കിയാൽ കാണാം. ആ ഇക്വേഷൻ 3ൽ m ഒരു വാല്യൂ എന്ന് കൊടുത്താൽ ഇക്വേഷൻ 2 കിട്ടും. ഇക്വേഷൻ 2 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ തിയറത്തിനെ കുറിച്ചുള്ള വീഡിയോ കാണാം. ഇത് പ്രൂഫിൻ്റെ ഫസ്റ്റ് പാർട്ട് വേറെ ഒരു വീഡിയോയിലുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾ ഈ PDF അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ PDF നോട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ PDF കൃത്യമായിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഇതിലുള്ള എല്ലാ സ്റ്റെപ്സും ആ PDF ഉണ്ട്. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിത് ജസ്റ്റ് നിർത്താം. നമ്മൾ ഇതിൽ പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. ആദ്യം നമ്മൾ m ഇൻട്രൊഡ്യൂസ് ചെയ്തു. GFD എന്താണെന്ന് പറഞ്ഞു. GFD കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. g of beta always 0 ആണ്. ഇനി g of alpha, g dash of alpha, etc. up to g(n-1) of alpha വരെയുള്ള ആൾക്കാർ 0 ആണ് എന്നുള്ളത് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ത് കാണിച്ചു? g(n) of x is equal to f(n) of x minus m into n factorial എന്ന് കാണിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കാണിക്കാൻ നമ്മൾ gn of x is equal to 0 എന്ന് കാണിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു എക്സിനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ വാല്യൂ തിയറംസ് യൂസ് ചെയ്തു. മീൻ വാല്യൂ തിയറംസ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ആൽഫ ബീറ്റ, ഇതിൽ g of ആൽഫയും g of ബീറ്റയും 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ഇവരുടെ ഇടയിൽ ഒരു x1 എന്നുള്ള പോയിന്റ് കിട്ടും. സച്ച് ദാറ്റ് g dash of x1 is equal to നമ്മുടെ മീൻ വാല്യൂ തിയറത്തിലുള്ള ഇക്വേഷൻ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി g dash of x1 0 ആണ്, അതുപോലെ g dash of ആൽഫയും 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പുതുതായിട്ട് ഈ ഒരു ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ g ഡാഷിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x2 കിട്ടും. എക്സെട്രാ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? gn of xn is equal to 0 എന്ന് കിട്ടും. ആ xn x എന്ന് വിളിച്ചാൽ നമുക്ക് എന്തായി? g(n) of x is equal to 0 എന്ന് കിട്ടും. അത് നമ്മൾ ഈ തൊട്ട് മുന്നിലുള്ള സ്റ്റെപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നിങ്ങളെ കംപ്ലീറ്റ് പ്രൂഫ് കിട്ടും.